ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണ്. ഒന്ന് ശംഖുമുഖം വരെ പോയിട്ട് വന്നാലോ എന്നുള്ള പ്ലാനിലാണ് ഇവിടെ നിന്ന് യാത്ര ഞങ്ങൾ തിരിച്ചിട്ടുള്ളത്. കാരണം എവിടെയൊക്കെ പോകണമെന്ന് പ്ലാൻ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ യാത്ര അന്ന് മുടങ്ങും. എന്തെങ്കിലും ഒരു കാരണം വരും. നമ്മുടെ അതേ വൈബുള്ള ഒരു ഫാമിലി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ എങ്ങോട്ടൊക്കെ പോകണം എന്നുള്ള ഓരോ തീരുമാനങ്ങൾ എടുക്കാറുള്ളത്. ഈ നിൽക്കുന്നവർ കണ്ടല്ലോ, നമ്മുടെ അതേ വൈബാണ്. അതിൽ കുറച്ചും കൂടെ കൂടുതലെന്തെങ്കിലും കാരണം ട്രിപ്പിനും ഫുഡ് അടിക്കാനും എല്ലാത്തിനും അവർ കൂടെ നിൽക്കും ഞങ്ങളുടെ ഒപ്പം. ഞങ്ങൾ ഈ കുടിക്കുന്നത് ഗ്രേപ്പ് കുലുക്കിയാണ്. പക്ഷേ ഇത് കുഞ്ഞുമക്കൾക്ക് കൊടുക്കാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കാരണം ഇതിൽ പഞ്ചസാരയും എരിവും കൂടെ ഇട്ടിട്ടുണ്ട്. ഹസ്ബൻഡ് എന്നോട് കൊള്ളാമോ എന്ന് ചോദിച്ചു. ഞാൻ ആദ്യം എൻ്റെ നെഞ്ചു തടവി എൻ്റെ പെണ്ണെ എല്ലാം കൂടി എരിഞ്ഞു കയറുന്നു എന്നാണ് ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് അത് തണുപ്പിക്കാനായിട്ട് ഞങ്ങൾ അടുത്തതായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത് ബൂസ്റ്റ് കുലിക്കാണ്. ഞങ്ങൾ എപ്പോൾ സാധനം വാങ്ങിയാലും ബൂസ്റ്റ് കുലിക്കുക അത് നിർബന്ധം. കാരണം ഞങ്ങളുടെ ഷോർട്ട് വീഡിയോസ് കാണുന്ന ഒത്തിരി പേർക്ക് അറിയാനായിട്ട് പറ്റും. ബൂസ്റ്റ് കുലിക്കുക അത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീഡിയോയിൽ കാണും. ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയിട്ടുള്ളത് ശംഖുമുഖത്തോട്ടമാണ്. ഇവിടെ കിടക്കുന്ന ഒരു ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചിയെ മാത്രം വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. കാരണം ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഇതാ കണ്ടില്ലേ എൻ്റെ മോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ചേച്ചിയുടെ അടുത്ത് പോകാത്തത്. കാരണം ചേച്ചിയുടെ സൈഡിൽ കുറേ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കടകളും ടോയ്സും എല്ലാം ഉണ്ട്. ആ ഏരിയ പോയി കഴിഞ്ഞാൽ പിന്നെ പേഴ്സ് കീറും എന്നത് ഉറപ്പാണ്. അതുപോലെ കറങ്ങാനൊക്കെ വന്നു കഴിഞ്ഞാൽ ബീച്ച് സൈഡിലൊക്കെ കിട്ടാറുള്ള ഒരു മെയിൻ ഐറ്റംസ് ആണല്ലോ ഈ കോണും പിന്നെ പാനിപ്പൂരി, ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. കലക്കി അവസാനം കോൺ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഐറ്റം ഞാൻ തമിഴ്നാട് ട്രിപ്പ് പോയപ്പോഴാണ് കഴിച്ചിട്ടുള്ളത്. അത് ഇതുപോലെ മസാല ഒന്നും ഇടാതെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്തായാലും കഴിച്ചപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇവിടുന്ന് പിന്നെ നേരെ ഞങ്ങൾ ബീച്ചിലോട്ടാണ് വിട്ടിട്ടുള്ളത്. ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ഹസ്ബൻഡ് കടലിലൊന്നും ഇറങ്ങാറില്ല എന്നുള്ള കഥ. ഹസ്ബൻഡ് ഇറങ്ങാത്തത് കൊണ്ട് തന്നെ പാവം കൂടെ വന്ന ചേട്ടനും അവിടെ സ്റ്റമ്പ് അടിച്ച് നിൽക്കുകയാണ്. ഞങ്ങൾ ബീച്ച് സൈഡിലോട്ട് പോയപ്പോൾ ഹസ്ബൻഡ് എന്നെ വിളിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ വക ഒരു വിക്ടർ കൂടെ അച്ചു ചേച്ചിയുടെ. ഈ നിൽക്കുന്നതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ബോഡി ഗാർഡ്. ലിയോ അവൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പട്ടിക്കുട്ടികൾ മണ്ണ് കുഴിക്കും പോലെ കുഴിച്ചത് അവിടെ നിന്ന് ഒരു ശംഖ് അവന് കിട്ടിയിട്ടുണ്ട്. തീരെ വലുതൊന്നും അല്ല, ഒരു ചെറിയ ശംഖാണ്. കുഞ്ഞിലേക്ക് ഞങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഒത്തിരി ശംഖ് കിട്ടാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ അങ്ങനെ ശംഖൊന്നും ഞാൻ കണ്ടില്ല. അവസാനം ഞാൻ പോയി നിർബന്ധിച്ച് തൂക്കിയെടുത്തോണ്ടാണ് മോളെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുള്ളത്. ഇവിടെ മോളെ കൊണ്ട് നിർത്താനായിട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. പക്ഷെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അതിനേക്കാളും ഇരട്ടി കഷ്ടപ്പാടായിരുന്നു എനിക്കുണ്ടായത്. ഒരു വൈകുന്നേരം സമയമായിട്ടാണ് ഞങ്ങൾ തിരിച്ച് ബീച്ചിൽ നിന്ന് റോഡിലോട്ട് കയറിയിട്ടുള്ളത്. ഇവിടെ വന്ന് കാലൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയതിനു ശേഷമാണ് വന്നിട്ടുള്ളത്. വീണ്ടും ഞങ്ങളുടെ അടുത്ത പരിപാടി ഫുഡ് അടി. അങ്ങനെ ഐസ്ക്രീമിലോട്ട് കടന്നിട്ടുണ്ട്. മോക്കുള്ള ഐസ്ക്രീം കിട്ടിയിട്ടില്ല. അതിനു വേണ്ടിയുള്ള കാത്തു നിൽപ്പിലാണ്. വൈകുന്നേരമായിട്ടും ഇവിടുത്തെ തിരക്കിന് ഒരു ശമനവും ഉണ്ടായിട്ടില്ലേ. ഞങ്ങൾക്കോ ഞങ്ങളുടെ കൂടെ വന്നവർക്കോ ഈ സമയം വീട്ടിൽ പോകാനുള്ള യാതൊരു പ്ലാനിങ്ങും ഇല്ല. അങ്ങനെ പ്ലാൻ ചെയ്ത് എങ്ങോട്ട് പോകാം എന്ന് ചോദിച്ചു അവസാനം ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. നേരെ ലുലു മാളിലോട്ട്. കുറച്ചധികം മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും ലുലു മാളിലോട്ട് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു ഞായർ ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാവരും ലുലുവിൽ തന്നെയായിരിക്കും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അടുത്തടുത്ത് തന്നെ പാർക്കിങ്ങും കിട്ടി. പിന്നെ നേരെ അകത്തോട്ട് കയറി. ഇപ്പോൾ സ്കൂൾ റീഓപ്പണിംഗ് ടൈമായി വരുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റഡി ഐറ്റംസും 50%, 40%, 20% അങ്ങനെ പല രീതിയിലും ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ നോക്കാറുള്ളത് ബ്രോക്കോളി പിന്നെ നമ്മുടെ ഹണി കേക്കുമാണ്. ഞാൻ ആഗ്രഹിച്ചു വന്ന ബ്രോക്കോളി എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഐറ്റമായ ഹണി കേക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ വന്ന 2 പേര് ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. അവർക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി ഇവിടെ വന്നാൽ ഉറപ്പായിട്ട് ഇത് എടുക്കുമെന്നാണ് അവരുടെ അഭിപ്രായം. ഹണി കേക്കിന്റെ കാര്യം അവിടെ വെച്ച് തീരുമാനമാക്കിയതിനു ശേഷം ലുലുവിന്റെ ഔട്ട്സൈഡിലായിട്ട് പാലമുണ്ടല്ലോ, അതിന്റെ അടിയിൽ നിന്നാണ് ബാക്കി കലാപരിപാടികളെ. ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ബ്രോസ്റ്റഡ് ലോലിപോപ്പ് ആണ്. ഇത് വന്നിട്ട് ലുലു ഹൈപ്പറിനകത്തുനിന്ന് വാങ്ങിയിട്ടുള്ള ബ്രോസ്റ്റഡ് ആണ്. ഇത് വന്നിട്ട് 250 ഗ്രാമിന് 150 ആണ് റേറ്റ് ചാർജ് ചെയ്തിട്ടുള്ളത്. അടുത്ത് ട്രൈ ചെയ്യുന്നത് ചീസ് കുനാഫയാണ്. ഇത് വന്നിട്ട് 100 ഗ്രാമിന് 90 ആണ് റേറ്റ്. ഇതിന്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് അത്രയൊന്നും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളേ.